ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് പുതുതായിട്ട് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഡീകമ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വലിയ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പ് PVC പൈപ്പ് എടുക്കുക. എന്നിട്ട് തുളയ്ക്കുക. 1.5 മീറ്റർ നീളം അത് വേണ്ടി വരും PVC പൈപ്പിന്. ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ ഒരു 30-40 സെൻറ്റിമീറ്റർ കുഴിച്ചിടുക. ബാക്കി ഭാഗം പുറത്ത് കാണുന്ന പോലെ. അപ്പം അതിന് ഭൂമിയിലേക്ക് അടിയിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് തുളയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡീകമ്പോസിഷനൊക്കെ ഒന്ന് എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ കൂടുതലുള്ള എന്തെങ്കിലും സാധനം വെച്ചൊന്ന് ചൂടാക്കി കുത്തുകയാണെങ്കിൽ എളുപ്പത്തിൽ നടക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഒരടി ആഴത്തിൽ ഒരു കുഴി എടുക്കാം. ആ കുഴിയിലേക്കാണ് ഈ പൈപ്പ് ഇറക്കിക്കുന്നത്. അങ്ങനെ നമ്മുടെ കമ്പോസ്റ്റ് കുഴി ഏതാണ്ട് അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി സ്വല്പം കൂടെ കുഴിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ കുഴി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൈപ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്നു. ഇനി എന്നിട്ട് മൂടാവുന്നതാണ്. അനിയിട്ടല്ല. ഇനി നമുക്ക് കുറച്ച് ചാണകം മേടിച്ച് വയ്ക്കുക. പച്ച ചാണകമാണ് നല്ലത്. ഇവിടെ ഉണങ്ങിയ ചാണകം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേപ്പറും ഉണങ്ങിയ ഇലയൊക്കെ അത് ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പേപ്പറുകളും ഉണങ്ങിയ ഇലകളും ഇടുന്നത്. യെസ്, ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ചാണകം കൂടെ അടിക്കേണ്ടില്ല. ചാണകമൊക്കെ ഇട്ടാൽ ഡീകമ്പോസിഷൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി നമുക്ക് കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നതാണ്. ചായപ്പൊടി ഇവിടെ ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വേസ്റ്റ് ഇടാം. വേസ്റ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ പഴത്തൊലി അതേപോലുള്ള വേസ്റ്റുകളൊക്കെ ആകുമ്പോൾ ഒന്ന് അരിഞ്ഞിട്ട് ചെറിയ പീസാക്കി ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഓറഞ്ചിൻ്റെ തൊലി അങ്ങനെയൊക്കെ. പിന്നെ അധികം ഈർപ്പം വേണ്ട, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ആഴ്ചയിലൊരിക്കൽ കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തൈര്, പുളിച്ച തൈര് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒക്കെ കുറേശ്ശെ ഒഴിക്കാവുന്നതാണ്. ശർക്കര വെള്ളം കുറേശ്ശെ ഒഴിക്കാവുന്നതാണ് ഡീകമ്പോസിഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ വലിയ സാധനങ്ങൾ ഇടരുത്. ഒന്ന് അരിഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് ഇടുക. അപ്പോൾ ഒന്ന് എളുപ്പത്തിൽ അത് നശിപ്പിക്കുള്ളൂ. ഇങ്ങനെ 2-3 പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കഴിയുള്ളൂ. വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് ഇരിക്കും. ചിലപ്പോൾ ഒരു മാസത്തേക്ക് 1 മതിയാവാം, അല്ലെങ്കിൽ 2-3 വരെ വരാം. ഒന്ന് തീരുമ്പോൾ അടുത്തത് നാട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ. ഇത് ഫുള്ളായിട്ട് കഴിയുമ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് മൂടി വയ്ക്കുക. അതാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ വേസ്റ്റ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരാഴ്ച കൂടുമ്പോൾ കുറച്ച് തൈര് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ശർക്കര വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കുക. എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യും. അധികം വെള്ളം വരാതെ നോക്കുക. ഈർപ്പം കൂടിയാൽ ഇത് അളിയുള്ളൂ, മണം വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഈർപ്പം കൂടിയാലും താഴത്ത് പൊത്തുകളുള്ളതുകൊണ്ട് കൂടെ പൊയ്ക്കോളും. എന്നാലും അധികം കൂടാതെ നോക്കുക.
നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂടി വയ്ക്കുക. വല്ലാതെ കുത്തി ടൈറ്റ് ആക്കരുത്. വേസ്റ്റുകൾ കുറച്ച് ലൂസായിട്ട് വേണം ഇടാൻ. വല്ലാതെ ടൈറ്റ് ആക്കിയാൽ അത് ഡീകമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പച്ചമീനും പച്ചിറച്ചിയും ഇടാൻ പാടില്ല. അത് കുക്ക് ചെയ്താണെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. വലിയ എല്ലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇടണ്ട, അത് ചിലപ്പോൾ അഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി ഒരു ഇതല്ലാതെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതൊക്കെ വന്ന് ഡീകമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ബാക്കിയുള്ള തന്നെ ശ്രദ്ധിച്ചിട്ട് ഇടാം. മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൂളിയിട്ട് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അധികം വെള്ളം വരാതെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോലെ ഇടുക. അല്ലാതെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു സ്വല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കോരി ഒഴിക്കരുത്. പച്ചമീനും ഇറച്ചിയുടെ വേസ്റ്റൊക്കെ ഇട്ടാൽ എലി അതുപോലുള്ള സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇടണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞു മൂടി വയ്ക്കുക. ഡെയിലി ഇതേപോലെ തന്നെ തുറക്കുക, വീണ്ടും വേസ്റ്റ് ഇടുക, അത്രേ ചെയ്യാനുള്ളൂ. അങ്ങനെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു PVC ഇതേപോലെ കുത്തുക. അങ്ങനെ 2-3 കൂട്ടേണ്ടി വരാം നിറഞ്ഞു കഴിയുമ്പോൾ. പിന്നെ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു 2 മാസത്തേക്ക് അതിനെ വെറുതെ വിടാം. അപ്പോൾ 2 മാസം കൊണ്ട് ഡീകമ്പോസിഷൻ സംഭവിച്ചോളും. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് കിട്ടും. അത് നമുക്ക് നല്ല ചെടികൾക്ക് കിട്ടാൻ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം. വളത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനും പറ്റും, നല്ലൊരു വളം കിട്ടും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടുള്ള ഗുണം. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞങ്ങൾ അറിയിക്കാം. ഡീകമ്പോസ് ചെയ്തിട്ട് 2 മാസത്തിന് ശേഷം എന്താ സംഭവിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.